രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല മുരിഞ്ഞ ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ പോലെയല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് തലേന്ന് അരിയും ഉഴുന്നും ഒന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല മുരിഞ്ഞ ദോശയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിന്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ദോശ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് റവ ഉപയോഗിച്ചാണ്. സാധാരണ റവ ദോശയാണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യാൻ വരട്ടെ, ഇത് ആ ഒരു ദോശയല്ല. ഇതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് അളവ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാം. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ദോശയ്ക്ക് നല്ല ബൈൻഡിങ് കിട്ടാനും അതുപോലെ തന്നെ ക്രിസ്പി ആവാനും സഹായിക്കും. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവ് തൈരാണ് ചേർത്തത്. അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് ചേർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ 3/4 കപ്പോളൊക്കെ ചേർത്താൽ മതിയാകും. ഇതാദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ച് നല്ലപോലെ മാറ്റിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ നമ്മളുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഞാനിവിടെ 2 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഇഞ്ചിയാണ്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വെള്ളം കുറച്ചായി മാത്രം ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തൈരും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ പറ്റും കൂടി ഉണ്ടാകും. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഈ ഒരു സമയത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ 1 പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിന് പാകത്തിന് ഞാനിവിടെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ പുളി ആവശ്യമായിട്ടുള്ളത് അതിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. വെള്ളം പാകത്തിന് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് അളവ് വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിനാണ് ഞാനിപ്പം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കട്ടി ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് എണ്ണയിൽ കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചിട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് നേരത്തേക്ക് ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ടിപ്പം ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാകും. എന്നാൽ ഇത് ഒരുപാട് കട്ടിയായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അഥവാ നിങ്ങളുടെ കൂട്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അന്നേരം എന്ന് വെച്ചാൽ നല്ലപോലെ എയർ ഉള്ളിലേക്ക് പോയിട്ട് കൂട്ട് നല്ലപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും കൂട്ടിപ്പോൾ നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ദോശക്കൂട്ട് ഉണ്ടാവേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ തവയിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. തവ നല്ല ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല ചൂടായ തവയുടെ മുകളിലേക്ക് ഇതുപോലെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചൂട് ഒന്ന് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇരുമ്പിൻ്റെ തവയായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആവശ്യത്തിന് കൂട്ടൊഴിച്ചിട്ട് പരത്തിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തവ നല്ല ചൂടായിരിക്കണം. ചൂടായ തവയുടെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് വേണം കൂട്ടി ഇതുപോലെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാകും. ആ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് തവയിൽ നിന്നും മാറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. തവയുടെ ചൂട് കറക്റ്റാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ആ ഒരു ചമ്മന്തിയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.